ഈ ഭൗതിക ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം അല്ലെങ്കിൽ വിസ്മയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല ഉത്തരമായിരിക്കും. ഇവിടെയുള്ള മനുഷ്യനിർമ്മിതമായ 7 സപ്താത്ഭുതങ്ങൾ, അതാണ് ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്ന ആളുകൾ ഉണ്ടായേക്കാം. ചിലർ പറയും ഇവിടെയുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങളാണ് ഏറ്റവും വലിയ ഭൗതികമായ അത്ഭുതമെന്ന്. മറ്റു ചിലരൊക്കെ പറയും ചില ആളുകളൊക്കെ കാണിക്കുന്ന മാജിക്കുകൾ അല്ലെങ്കിൽ കൺകെട്ടുകൾ, ജാലവിദ്യകൾ, അത് കണ്ടപ്പോഴാണ് ഞാൻ ഏറ്റവും അധികം അതിശയിച്ചത് എന്ന് പറയാറുണ്ട്. മറ്റു ചിലരൊക്കെ ശാസ്ത്രീയമായ കുതിപ്പുകൾ, വളരെ പെട്ടെന്ന് ഇന്ന് നമ്മൾ നാനോ ടെക്നോളജിയുടെയും AI ഒക്കെ ലോകത്ത് ജീവിക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്ന ആളുകളെയും കാണാൻ സാധിക്കും. എന്നാൽ വളരെ നിഷ്പക്ഷമായി ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാവുന്ന, അവന്റെ സാമാന്യ ബുദ്ധി കൊണ്ട് തന്നെ ചിന്തിച്ച് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ ഭൗതിക പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതം അല്ലെങ്കിൽ വിസ്മയം എന്നത്. അത് മനുഷ്യനാണ്, മനുഷ്യ ശരീരമാണ് എന്നത്. അതിന് നീണ്ട വർഷങ്ങളുടെ പഠനത്തിന്റെയും ഗവേഷണത്തിന്റെയും ഒന്നും ആവശ്യമില്ല. ഒരു വ്യക്തി അവനിലേക്ക് തന്നെ, സ്വന്തത്തിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞാലോചിക്കുകയാണെങ്കിൽ അവന് ബോധ്യപ്പെടാവുന്ന കാര്യമാണ് അതെന്ന് യാഥാർത്ഥ്യമാണ്. ലോകത്ത് ചരിത്രത്തിലുടനീളം ഒരുപാട് തത്വശാസ്ത്രജ്ഞന്മാരും ഫിലോസഫിസ്റ്റുകളും ബയോകെമിസ്റ്റുകളും അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്ര വിദഗ്ധരായ ഒരുപാടധികം ആളുകൾ മനുഷ്യ ശരീരത്തെ നിർവചിക്കാൻ ശ്രമിച്ച ഒരുപാട് സാഹചര്യങ്ങൾ കാണാൻ സാധിക്കും. അവിടെയൊക്കെ അവരുടെ നിർവചനം എത്തി നിൽക്കുന്നത് പലപ്പോഴും ഭൗതികമായ രൂപത്തിൽ മനുഷ്യനെ എങ്ങനെയൊക്കെയാണ് അവർക്ക് ഒരു നിരൂപണം നൽകാൻ സാധിക്കുക എന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും. പണ്ട് കാലങ്ങളിലൊക്കെ മനുഷ്യനെ നിർവചിച്ചിരുന്നത് ഒരു 10 ഗാലൻ വെള്ളവും ഒരു 7 ബാർ സോപ്പുകളിലെ കൊഴുപ്പും 9000 പെൻസിലുകൾക്ക് എത്ര കാർബൺ വേണമോ അത്തരം കാർബണുകളും 2200 തീപ്പെട്ടിക്കോലുകളിലെ ഫോസ്ഫറസും വലിയൊരു ആണിയിലെ ഇരുമ്പും കുറച്ച് സൾഫറും ചുണ്ണാമ്പും മഗ്നീഷ്യവും ഒക്കെ ആനുപാതികമായി കൂട്ടിക്കുഴച്ചാൽ നമുക്കൊരു മനുഷ്യ ശരീരം ഉണ്ടാക്കാം എന്നായിരുന്നു മനുഷ്യനുള്ള നിർവചനമായിക്കൊണ്ട് പണ്ട് കാലങ്ങളിൽ ആളുകൾ പറഞ്ഞിരുന്നത്. പിന്നീട് ശാസ്ത്രം മുന്നോട്ട് പോയപ്പോ അതൊന്നുമല്ല, മനുഷ്യൻ എന്നാൽ അതൊരു യന്ത്ര സമാനമാണ്. മനുഷ്യന്റെ ശരീരത്തിൽ വ്യത്യസ്ത അവയവങ്ങളുണ്ട്. ഓരോ ചെറുതും വലുതുമായ അവയവങ്ങളും ചെറുതും വലുതുമായ യന്ത്രങ്ങളാണ്. ഓരോ യന്ത്രങ്ങളും ചലിക്കണമെങ്കിൽ ആ യന്ത്രങ്ങളുടെ പ്രവർത്തനം നടക്കണം. അപ്പൊ അങ്ങനെയുള്ള വ്യത്യസ്ത യന്ത്രങ്ങളാണ് മനുഷ്യൻ എന്ന ഈ ഒരു വലിയ യന്ത്രത്തെ ഉണ്ടാക്കിയത് എന്നും യന്ത്രങ്ങളുടെ ഒരു സമ്മിശ്രമാണ് മനുഷ്യൻ എന്നും ചില ആളുകളൊക്കെ പറയാൻ തുടങ്ങി. എന്നാൽ ജൈവശാസ്ത്ര മേഖലയുടെ ആളുകളൊക്കെ കുറച്ചുകൂടി പഠിച്ചതിന് ശേഷം അവർ പറഞ്ഞു ഒരുപാട് കോശങ്ങളാണ് മനുഷ്യനിലുള്ളത്. ട്രില്യൺ കണക്കിന് കോശങ്ങളാണ്, സെല്ലുകളാണ് മനുഷ്യന്റെ ശരീരത്തിലുള്ളത്. അപ്പൊ ഈ സെല്ലുകളൊക്കെ കൂടി ചേർന്നുകൊണ്ടാണ് മനുഷ്യൻ ഉണ്ടാവുന്നത്. അതിൽ ഓരോ സെല്ലുകളും കൂടി ചേർന്ന് ഓരോ അവയവങ്ങൾ ഉണ്ടാവുന്ന എന്ന രൂപത്തിലുള്ള നിർവചനം കൊടുക്കാൻ ശ്രമിച്ചു. യഥാർത്ഥത്തിൽ കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ മനുഷ്യന് ഭൗതികമായി ശാസ്ത്രീയമായി ഇത്തരം നിർവചനങ്ങൾ കൊടുത്തപ്പോൾ അവർക്കൊന്നും ഉത്തരമില്ലാത്ത മറ്റൊരു തലം ഉണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ മനുഷ്യൻ അവന് ഭൗതികതയ്ക്കപ്പുറമുള്ള അവന്റെ ജീവനെ പറ്റി, അവന്റെ വികാര വിചാരങ്ങളെ പറ്റി, അവന്റെ ചിന്തയെ പറ്റി, അവന്റെ സവിശേഷ ബുദ്ധിയെ പറ്റി, കാര്യങ്ങൾ വ്യവച്ഛേദിച്ചറിയാൻ കഴിയുന്ന അവന്റെ മനസ്സിനെ പറ്റി, അവന്റെ ജീവിതത്തിൽ അവൻ കാത്തു സൂക്ഷിക്കുന്ന ധാർമ്മിക മൂല്യങ്ങളെ പറ്റി, അവന്റെ നന്മയും തിന്മയെയും കുറിച്ച് തുടങ്ങി മനുഷ്യന്റെ ആസ്വാദനങ്ങളും അവന്റെ ചിന്തയും വികാര വിചാരങ്ങൾക്കും ഒന്നും ഒരു നിർവചനവും കൊടുക്കാൻ ഈ പറഞ്ഞ ആർക്കും സാധിച്ചിരുന്നില്ല എന്നതാണ്. യഥാർത്ഥത്തിൽ മനുഷ്യനെ പറ്റി പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് ഒരു മനുഷ്യൻ എന്ന കാര്യം പലപ്പോഴും ഇവർ ബോധപൂർവ്വം വിസ്മരിക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും, മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മൾ നമ്മിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ ഒരിക്കലും സ്വയംഭൂവായി ഉണ്ടാവുന്ന ഒന്നല്ല. യാദൃശ്ചികമായി എപ്പോഴോ എന്തൊക്കെയോ ഏതൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഈ ഭൂമിയിൽ ഭൂജാതരായ ആളുകളല്ല നമ്മൾ. മറിച്ച് നമ്മൾ ഇവിടെ ഉണ്ടാവാൻ കാരണം നമ്മൾ എന്ന സൃഷ്ടി ഈ ഭൂമിയിൽ ആരോഗ്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി നമ്മുടെ എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വാദനങ്ങളും ഒക്കെ ആസ്വദിച്ച് ജീവിക്കണമെങ്കിൽ നമ്മൾ എന്ന സൃഷ്ടിക്ക് ഒരു സൃഷ്ടാവുണ്ട്. ഏതൊരു സൃഷ്ടിക്കും സ്രഷ്ടാവുണ്ട് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഏതൊരു വ്യക്തിക്കും അവന്റെ മനസ്സിനെ, സാമാന്യ ബുദ്ധിയെ, യുക്തിയെ ഒന്ന് കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ ബോധ്യപ്പെടാൻ സാധിക്കും. വളരെ നിസ്സാരമായ ഒന്നുമല്ലാത്തൊരു സാഹചര്യത്തിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ച് അതിനുശേഷം അവനെ അവന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അവന്റെ ഉപ്പയുടെ ബീജവും ഉമ്മയുടെ അണ്ഡവും ചേർന്ന് ഒരു ഭ്രൂണമായി മാറി ശേഷം അങ്ങനെ വളർന്ന് വളർന്ന് അവനെ സംവിധാനിച്ച് ശരിപ്പെടുത്തിയ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അവനെ അവന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് അവൻ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്നും പുറത്തെത്തിച്ച് ഒരു മനുഷ്യരൂപമുള്ള കുഞ്ഞാക്കി അവനെ പുറത്തേക്ക് എത്തിച്ചു.
അവിടെ നിന്നോ? ഇല്ല. ശേഷം അവന് ഉപജീവനമായി അവന്റെ വളർച്ചയിലുടനീളം ഓരോ കാര്യങ്ങളും അവന് പോഷകങ്ങളായിക്കൊണ്ട്, ആസ്വാദനങ്ങളായിക്കൊണ്ട്, അനുഭവങ്ങളായിക്കൊണ്ട്, വിഭവങ്ങളായിക്കൊണ്ട് അവന് നൽകി അവനെ അങ്ങനെ ഏറ്റവും അവസാനം അവന്റെ മരണം വരെ അള്ളാഹു സംരക്ഷിച്ച് വളർത്തി. ശേഷം മരണാനന്തര ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇത് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ്, ഇതെല്ലാം ഒരു സ്രഷ്ടാവിന്റെ പിൻബലം കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നാണ് എന്നത്. അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇൻഫിത്താറിലൂടെ പറയുന്നുണ്ട്, അല്ലദീ ഖലഖക, അല്ലാഹു എന്നാൽ അവൻ നിന്നെ സൃഷ്ടിച്ചവനാണ്. ഫസവ്വാക, ശേഷം നിന്നെ സംവിധാനിച്ചവനാണ്. അവിടെ നിർത്തിയോ? ഇല്ല. ഫഅദലക, ഏറ്റവും നന്നായി നിന്നെ ശരിപ്പെടുത്തിയവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഏത് രൂപത്തിൽ? ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക, താൻ ഉദ്ദേശിച്ച രൂപത്തിൽ അവനെ സംഘടിപ്പിച്ചവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖുർആനിലൂടെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യൻ ഒരിക്കലും ഈ ഒരു ചിന്ത അവന്റെ മനസ്സിലില്ല എങ്കിൽ അവൻ വഴിപിഴച്ചു പോകാൻ അവൻ കാരണമാകും എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരം ചിന്തകൾ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹും ഖാലിഖൂൻ, ഒരു വസ്തുവുമില്ലാതെ അവർ സ്വയംഭൂവായി അങ്ങ് സൃഷ്ടിക്കപ്പെട്ടതാണോ അതോ അവർ തന്നെയാണോ സൃഷ്ടാക്കൾ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. മനുഷ്യൻ അവരുടെ സ്രഷ്ടാവുണ്ട് എന്ന യാഥാർത്ഥ്യം ഒരിക്കലും വിസ്മരിക്കരുത്. അത് വിസ്മരിക്കാൻ അവന് കഴിയില്ല. കാരണം അവൻ അവരിലേക്ക് തന്നെ ഒന്ന് കണ്ണോടിച്ചാൽ അത് മനസ്സിലാവുമെന്നതാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും നിസ്സാരമായി കാണുന്ന ഒരു കോശം, ട്രില്യൺ കണക്കിന് കോശത്തിലെ ഒരു കോശം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ ന്യൂക്ലിയസിൽ ഒരു DNA മാത്രം എടുക്കുകയാണെങ്കിൽ ഇന്നും ലോകത്തെ ഏറ്റവും മികച്ച സൂപ്പർ കമ്പ്യൂട്ടറുകൾക്കും അല്ലെങ്കിൽ ഏറ്റവും വലിയ ഹാർഡ് ഡിസ്കുകൾക്കും ചിപ്പുകൾക്കും ഒന്നും സ്റ്റോർ ചെയ്യാൻ കഴിയാത്ത, ശേഖരിക്കാൻ കഴിയാത്ത അത്ര ഡാറ്റ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ഒരു സെല്ലിലെ DNA-ക്കകത്തുണ്ട് എന്നത് ഈ അടുത്താണ് നമ്മൾ കണ്ടെത്തിയത്. അത്രമേൽ വലിയ ഒരു വിസ്മയ പ്രപഞ്ചമാണ് മനുഷ്യ ശരീരം. അതിന്റെ ഓരോ അവയവങ്ങൾ നോക്കുകയാണെങ്കിലും നമ്മുടെ ഹൃദയം ഒരു മുഷ്ടി ചുരുട്ടിയാൽ എത്ര വലിപ്പമുണ്ടോ അതാണ് ഒരു ഹൃദയത്തിന്റെ വലിപ്പം. ആ ഹൃദയം അത് പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു വ്യക്തി അവൻ ഒന്നുമല്ലാത്ത ചില കോശങ്ങളുടെ കൂട്ടമായിരുന്ന അവന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കേവലം 22 ദിവസങ്ങൾ പ്രായമാവുന്ന സമയത്ത് തന്നെ അവന്റെ ഹൃദയം ചില കോശങ്ങൾ അത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മിടിപ്പ് ആരംഭിക്കുകയാണ്. ആ മിടിപ്പ് തുടങ്ങി ആ മിടിപ്പ് അങ്ങനെ പിടിച്ച് ഒരു സെക്കൻഡിൽ 72 തവണ അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ 72 തവണ മിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഹൃദയം അത് രക്തം മുഴുവൻ പമ്പ് ചെയ്ത് ശരീരത്തിന് ആവശ്യമായ എല്ലാ രക്തവും ഓക്സിജനും പോഷകങ്ങളും മിനറൽസും എല്ലാം നൽകിക്കൊണ്ട് ആലോചിക്കൂ, മിടിക്കുന്ന പമ്പ് ചെയ്യുന്ന ഒരു സംഗതി മനുഷ്യനുണ്ടാക്കുകയാണെങ്കിൽ ഒരു മോട്ടർ ആലോചിച്ചു. ഒരു മോട്ടർ പിന്നെ വെള്ളം അടിക്കുന്ന മോട്ടർ ആണെങ്കിൽ അതിന് പലപ്പോഴും കേടുകൾ സംഭവിക്കാറുണ്ട്, അതിന് തുരുമ്പ് ബാധിക്കാറുണ്ട്, അതിന് പല രൂപത്തിലുള്ള പിന്നെ പണിമുടക്കുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ മറ്റൊരു മോട്ടർ സഹായത്തിന് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഹൃദയം അങ്ങനെ പണിമുടക്കിയ ഒരു മിനിറ്റ് നമുക്ക് കാണിക്കാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെ ഒരു മിനിറ്റ് പണി മുടക്കിയിട്ടുണ്ട് എങ്കിൽ ആ പണിമുടക്കിനെ അതിനെ മാറ്റാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടി വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിന്റെ 22ാമത്തെ ദിവസം മുതൽ നമ്മൾ നമ്മുടെ മരണം വരെ എപ്പോഴാണോ ഏത് നിമിഷമാണോ മരിക്കുന്നത് അതുവരെ നമ്മുടെ ഹൃദയം നിലയ്ക്കാതെ അത് പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു നിമിഷം അതിന്റെ മിടിപ്പ് നിന്നാൽ അല്ലെങ്കിൽ ആ മിടിപ്പിൽ ചെറിയൊരു വേരിയേഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടും ഉണ്ടായി കഴിഞ്ഞാൽ നേരെ പറയും, ഡോക്ടർ പറയും ഒരു സർജറി ആവശ്യമുണ്ട്, ആൻജിയോപ്ലാസ്റ്റി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അവൻ സർജറിയിലേക്ക് കയറ്റുന്ന, അല്ലെങ്കിൽ അത്രമേൽ നിസ്സാരമായ ഒരു മനുഷ്യൻ അവന്റെ ഹൃദയം മാത്രം ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ കോവിഡിന്റെ സമയത്താണ് നമ്മുടെ ശ്വാസകോശത്തെ നമ്മൾ ആലോചിച്ചത്. അതിന്റെ ഒരു വില നമ്മൾ തിരിച്ചറിഞ്ഞത് അപ്പോൾ മാത്രമാണ്. നമുക്ക് സ്വന്തമായി ശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥ. ഇനി കോവിഡിലേക്കൊന്നും പോകണ്ട, ഒന്ന് വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ ആ മുങ്ങിയതിനു ശേഷം ഒന്ന് പൊങ്ങാൻ നമുക്ക് പലപ്പോഴും എത്ര സമയം എടുക്കാറുണ്ട്? ഒരു വ്യക്തിക്ക് മാക്സിമം, ഒരു സാധാരണക്കാരനായ വ്യക്തിക്ക് 30 സെക്കൻഡ് മുതൽ അല്ലെങ്കിൽ 90 സെക്കൻഡ് വരെ മാക്സിമം 1.5 മിനിറ്റ് വരെയൊക്കെ വെള്ളത്തിനിടയിൽ മുങ്ങാൻ കഴിയും. അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവൻ പൊന്താൻ ശ്രമിക്കും. ഇനി വെള്ളത്തിൽ മുങ്ങണ്ട, നമ്മളൊന്ന് മൂക്കൊന്ന് പൊത്തി വായു പൊത്തി ഒന്ന് കുറച്ചു നേരം നിന്നാൽ മതി. എത്ര സമയം നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും? കഴിയില്ല. മനുഷ്യന്റെ ശരീരത്തെ അങ്ങനെയാണ് സംവിധാനിച്ചിട്ടുള്ളത്. അവന് ഓക്സിജൻ ആവശ്യമാണ്, അവന് ശ്വസിക്കാൻ ശ്വസനം ആവശ്യമാണ്. അത് നിർബന്ധമായും അത് സ്വാഭാവികമായും അവൻ എടുത്തുകൊണ്ടേയിരിക്കും എന്നതൊരു യാഥാർത്ഥ്യമാണ്. സഹോദരങ്ങൾ ആലോചിച്ചു, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്വസിക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹു നമ്മെ ഏൽപ്പിക്കുകയാണ് നമ്മുടെ ശ്വസനം. അപ്പൊ നമ്മൾ അറിയാതെ നമ്മൾ ശ്വസിക്കുന്നുണ്ടല്ലോ. ഈ ഇരിക്കുന്ന ഇരുത്തത്തിൽ നമ്മൾ എല്ലാവരും ശ്വസിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ശ്വസനം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിക്കുകയാണെങ്കിൽ, നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് പോലെ, നടക്കുന്നത് പോലെ, ഓടുന്നത് പോലെ നമ്മുടെ ഇഷ്ടപ്രകാരമാണ് ശ്വസിക്കുന്നത് എങ്കിൽ അങ്ങനെ നമുക്ക് ശ്വസിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമോ?
1.5 മിനിറ്റ് പിടിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ശ്വസിക്കേണ്ടി വരും. അപ്പോൾ ബോധപൂർവ്വം വീണ്ടും ശ്വസിക്കുക, വീണ്ടും ശ്വസിക്കുക. രാത്രി ഉറങ്ങാക്കുമ്പോൾ 10 മണിക്ക് ഉറങ്ങി കഴിഞ്ഞാൽ അലാറം വെക്കേണ്ടി വരും. 10:01 അലാറം വയ്ക്കുക, വീണ്ടും ശ്വസിക്കാനുണ്ട്. 10:02 വീണ്ടും അടുത്ത അലാറം, വീണ്ടും ശ്വസിക്കാനുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. നമ്മൾ വളരെ സുന്ദരമായിക്കൊണ്ട് ആ ശ്വസനം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സുന്ദരമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയും. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ, അത് ഹൃദയമാവട്ടെ, ശ്വാസമാവട്ടെ, മറ്റെന്തെല്ലാം ആവട്ടെ, അതെല്ലാം നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ കിഡ്നി അത് നിരന്തരം അതിന്റെ പണി നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ കിഡ്നിയിൽ ഓരോ നിമിഷവും ഓരോ മിനിറ്റും ബ്ലഡ് ഇങ്ങനെ ഫിൽട്ടർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ ഫിൽട്ടർ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തി കുറച്ചു കാലം കഴിഞ്ഞാൽ പോകുന്നത് ഡയാലിസിസിലേക്കായിരിക്കും. ആ ഡയാലിസിസ് ചെയ്യുന്ന ആ വ്യക്തി മാത്രമല്ല അനുഭവിക്കുക, ആ വ്യക്തിയുടെ കുടുംബവും ആ വ്യക്തിയുടെ നാടും സമൂഹവും ഒന്നടങ്കം അതിനുവേണ്ടി പണം കണ്ടെത്താനും ആ വ്യക്തിയെ സഹായിക്കാനും ഒക്കെ പരിശ്രമിക്കേണ്ടുന്ന ഒരു സാഹചര്യം വരാൻ സാധ്യതയുണ്ട്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ചത് ഏറ്റവും നല്ല ഘടനയിലാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു ഉദ്ദേശിച്ച ആ രൂപത്തിന് അള്ളാഹു നമ്മെ ഏവരെയും സംഘടിപ്പിച്ചത് എന്നതാണ് നമുക്ക് യാഥാർത്ഥ്യത്തിൽ കാണാൻ സാധിക്കുക. നമ്മുടെ വളർച്ചയൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഓരോ നിമിഷവും വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ വളർന്ന് കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത്, ചെറുപ്പത്തിലൊക്കെ നമ്മുടെ ഉമ്മയും ഉപ്പയും നമ്മുടെ പല്ല് വളരുന്ന സമയത്ത്, ഒരു കുഞ്ഞായിരിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ പല്ലിങ്ങനെ വളരുന്ന സമയത്ത് ഉമ്മ പറയും, 2 പല്ലായി, 3 പല്ലായി, 5 പല്ലായി എന്നൊക്കെ പറഞ്ഞ് അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയാറുണ്ട്. ആ പല്ലിന്റെ വളർച്ച അന്ന് വളരുന്ന അതേ തോതിൽ, അതേ വേഗതയിൽ ഇപ്പോഴും വളർന്നുകൊണ്ടേ ഇരിക്കുകയാണെന്ന് ആലോചിച്ചു. ഇപ്പോൾ നമ്മുടെ പല്ലിന് വളർന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് പോകുന്നുണ്ടാവും അതിന്റെ വളർച്ച, അല്ലെ? അത് കൃത്യമായ സമയം എത്തിയപ്പോൾ എല്ലാ പല്ലും ഒരേ രൂപത്തിൽ അതിന്റെ വളർച്ച നിന്നു. നമ്മുടെ മുടി വളരുന്നുണ്ട്, ഓരോ മാസം കൂടുമ്പോൾ നമ്മൾ മുടി വെട്ടാറുണ്ട്. എന്നാൽ ആ മുടി വളരുന്ന അതേ തോതിൽ നമ്മുടെ പുരികം വളരുകയാണെങ്കിലും നമ്മുടെ കൺപീലികൾ വളരുകയാണെങ്കിലും ഇതൊക്കെ കൃത്യമായ തോതിൽ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും മനോഹരമായ സുന്ദരമായ തോതിൽ അത് നിർത്തിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം. പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. ഇപ്പൊ കണ്ണില്ലാത്ത സമയത്താണ് അതിന്റെ വില പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറ്. കണ്ണില്ലാത്ത ഒരാളെ കാണുമ്പോഴാണ് കാഴ്ചയില്ലാത്ത ഒരു സമയം അത് എങ്ങനെയായിരിക്കും എന്ന ബോധ്യം നമുക്കുണ്ടാവുക. 10 മില്യണോളം കളറുകൾ നമുക്കെല്ലാം വ്യവച്ഛേദിച്ച് കാണാൻ സാധിക്കും. ഈ ഭൂമിയിലെ നമ്മുടെ ഈ ഒരു കണ്ണുകൊണ്ട് 10 മില്യൺ കളറുകൾ നമുക്ക് വ്യവച്ഛേദിച്ചറിയാൻ കഴിയും. ലോകത്ത് ഒരു ക്യാമറയ്ക്കും എത്ര വലിയ സംവിധാനം ഉണ്ടാക്കിയാലും തിരിച്ചറിയാൻ കഴിയാത്ത അനുഗ്രഹമാണ് നമ്മുടെ കണ്ണും, കൺപോളകളും, കൺപീലികളും, കണ്ണുനീരും ഒക്കെ വലിയ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ നമ്മുടെ ശരീരം ഓരോന്ന് നോക്കുകയാണെങ്കിൽ, ഈ ഇടയ്ക്ക് ഒരു വ്യക്തിയെ കണ്ടു. ആ വ്യക്തി, അയാൾ ക്യാൻസറാണ്. ക്യാൻസർ ഇവിടെ ഈ ഒരു ഭാഗത്ത് തൊണ്ടയുടെ ഒരു സൈഡിലാണ് അദ്ദേഹത്തിന് ക്യാൻസർ ഉള്ളത്. അദ്ദേഹത്തോട് സംസാരിക്കുന്ന സമയത്ത് എവിടെയാണ് ക്യാൻസർ എന്ന് വെച്ചപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു, ഇവിടെ ഈ ഒരു ഭാഗത്ത് കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ചെറിയൊരു പാട് മാത്രം അദ്ദേഹത്തിന്റെ തൊണ്ടയുടെ ഭാഗത്ത് അദ്ദേഹം കാണിച്ചു തന്നു. ശേഷം അദ്ദേഹത്തോട് ചോദിച്ചു, എപ്പോഴാണ് ഇത് ഉണ്ടായത്, എങ്ങനെ തുടങ്ങിയത്, എത്ര കാലം മുമ്പ് ട്രീറ്റ്മെന്റ് എടുക്കാൻ തുടങ്ങിയതൊക്കെ ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നില്ല, സംസാരിക്കുന്നില്ല. എന്താ സംസാരിക്കാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം വെള്ളത്തിന് ആംഗ്യം കാണിച്ചു. കുറച്ച് വെള്ളം വേണം, 1 ഗ്ലാസ് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ 1 ഗ്ലാസ് വെള്ളം അദ്ദേഹത്തിന് കൊടുത്തു. ആ വെള്ളം എടുത്ത് അദ്ദേഹം വായിലാക്കി വായ മുഴുവൻ കൊപ്പിളിച്ചതിന് ശേഷം അത് തുപ്പിക്കളഞ്ഞു. അത് ഇറക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. എന്നാൽ അദ്ദേഹം ആ സമയത്ത് സംസാരിച്ചിരുന്നുവെങ്കിൽ തന്റെ തൊണ്ട മൊത്തം, തന്റെ വായ മൊത്തം, നാവ് മൊത്തം ഡ്രൈ ആയ സമയത്ത്, ഉണങ്ങിയ സമയത്ത് സംസാരിച്ചിരുന്നുവെങ്കിൽ അത് പൊട്ടിപ്പോകുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് ഒന്ന് വായ നനയ്ക്കണം, തൊണ്ട ഇടയ്ക്കിടയ്ക്ക് ഈ രൂപത്തിൽ ഒന്ന് കൊപ്പിളിച്ച് നനയ്ക്കണം, നനച്ചാലേ സംസാരിക്കാൻ കഴിയൂ. അത്രമേൽ പ്രയാസം അനുഭവിക്കുന്ന എത്ര ആളുകളുണ്ട് നമുക്കറിയാം. നമ്മുടെയൊക്കെ കുടുംബത്തിൽ തന്നെ, നമ്മുടെ അയൽപക്കത്ത് തന്നെ ജന്മനാ വൈകല്യങ്ങളുള്ള, അംഗഭംഗമുള്ള, അംഗവൈകല്യമുള്ള, കാഴ്ചയ്ക്ക് പ്രശ്നമുള്ള, ഓട്ടിസമുള്ള, പോളിയോ ബാധിച്ച എത്ര ആളുകളുണ്ട്. അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കി അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഏവർക്കും ഇവിടെ ഈ ഭൂമിയിൽ നടക്കാനും ഇരിക്കാനും ചിന്തിക്കാനും നമ്മുടേതായ രൂപത്തിൽ മനസ്സെന്താണോ ആഗ്രഹിക്കുന്നത് അങ്ങോട്ടേക്ക് നമ്മുടെ ശരീരം എത്തിക്കാനുമുള്ള വലിയ അനുഗ്രഹം അള്ളാഹു തന്നു എന്നുള്ളതാണ്. എത്ര ആയത്തുകളിലൂടെയാണ് അള്ളാഹു ഇതിനെപ്പറ്റി ചിന്തിക്കാൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആലോചിക്കണം. അള്ളാഹു നമുക്ക് ഈ തന്ന അനുഗ്രഹങ്ങളെല്ലാം, അത് നമ്മുടെ ശരീരമാവട്ടെ, നമുക്ക് തന്ന നിയമത്തുകളാവട്ടെ, ഏതെല്ലാം വിഭവങ്ങളാവട്ടെ, നമ്മുടെ കുടുംബമാവട്ടെ, ഈ സമാധാനവും സ്വസ്ഥതയും നിർഭയത്വവും ഇതെല്ലാം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് പരീക്ഷണമായിക്കൊണ്ടാണ്. ഈ ഭൂമിയും ഇവിടെയുള്ള മരണവും ജീവിതവും ഒക്കെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് ഏറ്റവും നന്നായിട്ട് ആരാണ്, ഏറ്റവും ഹസനായിക്കൊണ്ട്, ഹസനല്ല ഏറ്റവും നന്നായിക്കൊണ്ട് അമലുകൾ ചെയ്യുന്നത് ആരാണ് എന്ന് നോക്കുവാൻ വേണ്ടിയാണ്, എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ സമ്പൂർണമായ, സുന്ദരമായ, ഇത്തരത്തിൽ സങ്കീർണമായ ഈ ഒരു ശരീരം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. ഈ ശരീരത്തോട് നമുക്ക് അള്ളാഹു സംവിധാനിച്ച തല മുതൽ കാല് വരെയുള്ള ഓരോരോ അവയവങ്ങളും ഇതിനോട് നമുക്ക് ചില ബാധ്യതകളുണ്ട്. ശരീരത്തോടുള്ള ബാധ്യതകളെ പറ്റി പണ്ഡിതന്മാർ
പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരു വ്യക്തിക്ക് അവന്റെ ശരീരത്തോട് ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ നിർവഹിക്കുക അവൻ നിർബന്ധമാണ്. അത് ഏറ്റവും പ്രധാനം. ഈ ശരീരത്തെ ഏറ്റവും ആരോഗ്യത്തോടു കൂടി നിലനിർത്താൻ ആവശ്യമായ പ്രാർത്ഥന പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ശരീരം ഇപ്പോൾ നമുക്കുള്ള ആരോഗ്യം അത് ജീവിതാവസാനം വരെ ഉണ്ടാകാനുള്ള പ്രാർത്ഥന നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട്. ആഫിയത്ത് നൽകാൻ വേണ്ടി അള്ളാഹുവിനോട് കരഞ്ഞ് കേട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അള്ളാഹ് നമ്മളെല്ലാ നമസ്കാരത്തിലും പിന്നെ 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ പ്രാർത്ഥിക്കുന്ന റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്നുള്ള ആഫിയത്ത്, അത് ഓരോ സമയം അർത്ഥമറിഞ്ഞ് പ്രാർത്ഥിക്കാൻ അള്ളാഹു ആഫിയത്ത് നൽകണേ, അള്ളാഹു ആരോഗ്യം നൽകണേ. ഈ പറഞ്ഞ ഓരോ അനുഗ്രഹങ്ങളും അത് എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാൻ എനിക്ക് സാധിക്കും. അങ്ങനെ തിരിച്ചെടുത്ത് ഒരു പ്രയാസത്തിലേക്ക് എത്തിക്കല്ലേ എന്ന് ഓരോ ദിവസവും നമ്മൾ ഓരോ നേരവും പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് പണ്ഡിതന്മാർ പറഞ്ഞിരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ശരീരത്തിന് രോഗമില്ലാതെ അതിനുവേണ്ട പ്രതിരോധം നേരത്തെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു രോഗം വന്നതിന് ശേഷമല്ല നമ്മൾ ചികിത്സിക്കേണ്ടത്, അത് വരാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ആരോഗ്യ സംരക്ഷണത്തിന്റെ മേഖലയിൽ നമ്മൾ സൂക്ഷിക്കണമെന്നാണ്. അത് ഏറ്റവും പ്രധാനം. നല്ല ഭക്ഷണം കഴിക്കുക. നമുക്ക് പ്രമാണങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും, ഭക്ഷണം നിങ്ങൾ കഴിച്ചോളൂ, പക്ഷേ എങ്ങനെയുള്ള ഭക്ഷണമായിരിക്കണം? ഹലാലായിരിക്കണം, ത്വയ്യിബായിരിക്കണം. നിങ്ങൾക്ക് അനുവദനീയമായ മാർഗത്തിലുള്ള ഭക്ഷണമായിരിക്കണം, ഏറ്റവും നല്ലതായ ഭക്ഷണമായിരിക്കണം എന്ന് പ്രമാണം ഖുർആൻ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഭക്ഷണത്തിൽ തന്നെ കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, നിങ്ങൾ ഇസ്രാഫ് കാണിക്കരുത്, അല്ലെങ്കിൽ അതിൽ അമിതവ്യയം കാണിക്കരുത്. ഭക്ഷണം കഴിക്കുമ്പോൾ അതിലൊരു അമിതത്വം അല്ലെങ്കിൽ ഒരു പരിധി വിടുന്ന സ്വഭാവം ഒരിക്കലും ഒരു ഭക്ഷണത്തിന്റെ വിഷയത്തിൽ കാണിക്കരുത്. അത് നിങ്ങൾക്ക് ചേർന്നതല്ല. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അള്ളാഹു ഒരിക്കലും ഇസ്രാഫ് കാണിക്കുന്ന, അമിതവ്യയം കാണിക്കുന്ന, ഭക്ഷണം കൊണ്ട് മറ്റുമൊക്കെ ധൂർത്ത് കാണിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അവർ ശൈത്താന്റെ കൂടെയാണെന്ന് മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും. അത്തരത്തിൽ ഭക്ഷണത്തിൽ പോലും നിങ്ങൾ സൂക്ഷ്മത കാണിക്കണം. അത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല രൂപത്തിലുള്ള ഹലാലും ത്വയ്യിബുമായി നിങ്ങൾ കഴിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച്, ഇതോട് ചേർത്ത് നമ്മൾ വായിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയിൽ കണ്ടത്, ഗസയിൽ നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതാണ്, ഗസയിൽ ഇപ്പോഴും പട്ടിണി കാരണം, വിശപ്പല്ല പട്ടിണി കാരണം മരണപ്പെടുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ 78 മണിക്കൂറിൽ അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ 21 കുട്ടികളാണ് പട്ടിണി കിടന്ന് കഴിക്കാൻ ഭക്ഷണമില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ മരണപ്പെട്ടു പോയത്, അല്ലെങ്കിൽ കൊലപാതകത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച മാത്രം കൊടുത്ത കണക്ക് 80 ആളുകളാണ് പട്ടിണി കിടന്ന് മരണപ്പെടുന്നത്. ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ക്രൂരതകൾ അനുഭവിക്കുന്ന ഒരു ജനതയാണ് ഫലസ്തീൻ ജനത. അവർ അത്രമേൽ പ്രയാസം അനുഭവിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ വീടുകളിലും നമ്മുടെ ഫംഗ്ഷനുകളിലും നമ്മുടെ വിവാഹങ്ങളിലും ഒക്കെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ഒരു ധൂർത്തിലേക്ക്, ഒരു ആഭാസത്തിലേക്ക് പോകാൻ സാധിക്കുക? അതൊരിക്കലും നമുക്ക് ചേർന്നതല്ല. മറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫാസ്റ്റ് ഫുഡ് കൾച്ചർ ആണെങ്കിലും ഒക്കെ അതിൽ നമുക്ക് ആരോഗ്യത്തിന് ഏറ്റവും നല്ലതായ, അതിന് ഏറ്റവും മികച്ചതായ ഭക്ഷണം, ഇലക്കറിയും പച്ചക്കറിയും ഒക്കെ നന്നായി കഴിക്കുന്ന രൂപത്തിലുള്ള അത്തരം ഒരു ഭക്ഷണം, ഒരു ഡയറ്റാണ് നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ടത്. എന്ത് കഴിക്കുന്നു എന്നതിനൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എത്ര കഴിക്കുന്നു എന്നത്. എത്ര നല്ല ഭക്ഷണമാണെങ്കിലും അത് ഒരുപാട് കഴിക്കുക എന്നത് ഒരു മുസ്ലിമിന് ചേർന്നതല്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് വ്യായാമം. ഇന്ന് പലപ്പോഴും നമുക്ക് ഇല്ലാതെ പോകുന്ന ഒരു സംഗതിയാണ്. പുതിയ തലമുറയും പുതിയ കൾച്ചറും ഒക്കെ ആകുമ്പോൾ, പണ്ടുണ്ടായിരുന്ന ആളുകൾ അവർ പാടത്ത് കിളക്കാൻ പോകുമായിരുന്നു, അല്ലെങ്കിൽ സ്വന്തം വീട്ടുവളപ്പിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കിളക്കുന്ന, അതിനുവേണ്ടി ഇറങ്ങുന്ന ഒരു ശീലം അവർക്ക് ഉണ്ടായിരുന്നു. ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് അത് ഇല്ലാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ വ്യായാമത്തിന് സമയം കണ്ടെത്തുന്ന, ഇടയ്ക്കൊന്ന് വെയിൽ കൊള്ളാനുള്ള സമയമെങ്കിലും കാണുന്ന, വിറ്റാമിൻ ഡി ഒക്കെ പലപ്പോഴും കുറവാണ് കുട്ടികൾക്ക്, അതിനൊരു സമയം കാണുന്ന ഒരു അവസ്ഥയും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ മഴയാണ്. നന്നായി വെള്ളം കുടിക്കണം എന്നതും നമുക്കൊരു കൽപ്പനയാണ്. പ്രമാണങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, വെള്ളം കുടിക്കണം. ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ 2 ലിറ്റർ വെള്ളം ഒരു വ്യക്തി ഒരു ദിവസം കുടിക്കേണ്ടതുണ്ട്. അത് പലപ്പോഴും പല സമയങ്ങളിലായി കുടിക്കുന്ന ഒരു ശീലവും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പലപ്പോഴും നേരത്തെ പറഞ്ഞ പല കിഡ്നി അസുഖങ്ങളും ഒക്കെ ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടുവരുന്ന അസുഖങ്ങളാണ് അതൊക്കെ. അതില്ലാതിരിക്കാൻ കൃത്യമായ സമയത്ത് വെള്ളം കുടിക്കുകയും കൃത്യമായ സമയത്ത് മൂത്രമൊഴിക്കാനൊക്കെ ശ്രദ്ധ നമ്മൾ ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉറങ്ങുക എന്നതാണ്. അതും നമ്മളോട് പ്രമാണങ്ങൾ തന്നെ കൽപ്പനയുള്ളതാണ്. ആവശ്യത്തിന് ഉറങ്ങുക. ഇശാന് ശേഷം അധികം വൈകാതെ തന്നെ നേരത്തെ ഉറങ്ങുന്ന ഒരു ശീലം നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ടതുണ്ട്. എന്നാൽ ഇന്നത്തെ സംസ്കാരം തന്നെ തിരിച്ചാണ്. നൈറ്റ് ലൈഫ് സംസ്കാരങ്ങൾ കൂടി വരുമ്പോൾ, രാത്രികളെ പോലും പകലാക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രകൃതം വർദ്ധിച്ചു വരുമ്പോൾ, ഉറക്കം എന്ന സുന്നത്തിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. 5 മുതൽ 6 മണിക്കൂർ വരെ വ്യക്തി ആരോഗ്യകരമായ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ അവൻ ഉറങ്ങണം എന്നത് നമ്മളോട് കൽപ്പനയാണ്. ആ ഒരു നിലയ്ക്കുള്ള ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. മറിച്ച് ഉറക്കത്തിന്റെ വിഷയത്തിൽ ഒരു വ്യക്തി പറയാൻ റസൂലിന്റെ അടുക്കൽ വന്നിട്ട്, ഞാൻ ഇനി ഉറങ്ങാതെ നമസ്കരിക്കും, രാത്രി എനിക്ക് ഉറക്കമുണ്ടാവുകയില്ല, ഞാൻ വിവാഹം കഴിക്കുകയില്ല, ഞാൻ എല്ലാ പകലും നോമ്പെടുക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞത്, നിനക്ക് നിന്റെ ശരീരത്തോട് ചില ബാധ്യതകളുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരുത്തിക്കൊണ്ട് നീ ഉറങ്ങണം. ഞാനും ഉറങ്ങാറുണ്ട്, അതുപോലെ നീയും ഉറങ്ങണം എന്ന് പറഞ്ഞ ആ കൽപ്പന പാലിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ മാനസികാരോഗ്യം, അതും ഏറ്റവും കൃത്യമായി സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ വൃത്തിയുടെ കാര്യം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിലെ ഈ പറഞ്ഞ അനുഗ്രഹങ്ങളെല്ലാം വൃത്തിയോടുകൂടി സൂക്ഷിക്കാനുള്ള കൽപ്പനയും നമുക്ക് സൂക്ഷിക്കേണ്ടതുണ്ട്. ഓരോ പുതു കൊടുക്കുന്ന സമയത്ത് പോലും ദന്തശുദ്ധി
വരുത്താൻ നമുക്ക് സുന്നത്തിൽ കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമേൽ പ്രാധാന്യത്തോടെ കണ്ടൊരു സംഗതിയായിരുന്നു ദന്ത ശുദ്ധീകരണം നടത്തുക, അല്ലെങ്കിൽ മിസ്വാക്ക് ചെയ്യുക, ബ്രഷ് ചെയ്യുക എന്നത്. അത്രമേൽ ഗൗരവത്തിൽ അതും കാണേണ്ടതുണ്ട്. ഇങ്ങനെ തുടങ്ങി സകലമായ രൂപത്തിലും ഒരു വ്യക്തി രോഗത്തിന് മുമ്പ് തന്നെ അവന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഇനി രോഗം വന്നു കഴിഞ്ഞാലോ, നമുക്ക് ഇതൊക്കെ സൂക്ഷിച്ചു നമ്മൾ, എന്നിട്ട് നമുക്ക് രോഗം വന്നു എങ്കിൽ ആ രോഗത്തെ നിങ്ങൾ ചികിത്സിക്കണമെന്നും അള്ളാഹു റസൂൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹു സ്വഹാബത്ത് പറയുന്നുണ്ട്, രോഗം വന്നു കഴിഞ്ഞാൽ, ഒരു വ്യക്തിക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അള്ളാഹു അവനെ പരീക്ഷിക്കുന്നതിന്റെ ലക്ഷ്യമായിക്കൊണ്ടാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ 100 ഗുണങ്ങളാണ് അതിൽ പലപ്പോഴും എഴുതി തിട്ടപ്പെടുത്താൻ സാധിക്കാറുള്ളത്. അല്ലെങ്കിൽ അത്രമേൽ ഗുണങ്ങളുള്ള ഒരു സംഗതിയായിരുന്നു രോഗം വരിക എന്നത്. അള്ളാഹുവിന്റെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവന് ഖൈറാണ്. അതുകൊണ്ട് ഒരു അസുഖം വന്നാലും അവന് ഖൈറാണ്. പക്ഷെ ഞങ്ങൾ ചികിത്സിക്കുമായിരുന്നു. അള്ളാഹു റസൂലിന്റെ കൽപ്പന കാണാൻ സാധിക്കും, ഒരു ചികിത്സ ഇല്ലാതെ, ഒരു ശിഫ ഇല്ലാതെ അള്ളാഹു ഒരു രോഗവും ഈ ഭൂമിയിൽ ഇറക്കിയിട്ടില്ല. എല്ലാത്തിനും മരുന്നുണ്ട്, അല്ലെങ്കിൽ ചികിത്സയുണ്ട്. ആ ചികിത്സ നമ്മൾ തേടി കണ്ടെത്തണം. അതിന് ഏത് മെത്തേഡും സ്വീകരിക്കാം. അലോപ്പതി ആവട്ടെ, ആയുർവേദമാവട്ടെ, ഹോമിയോ ആവട്ടെ, ഒന്നിലും ചൂഷണങ്ങളില്ലാത്ത ഒരു മാർഗം നമ്മൾ കണ്ടെത്തി സ്വീകരിക്കുകയും അത് ചികിത്സിക്കണം എന്നുള്ള കൽപ്പനയെ നമ്മൾ കാത്തു സൂക്ഷിക്കുകയും വേണം. നിങ്ങൾ ചികിത്സിക്കൂ എന്നത് ഒരു കൽപ്പനയായി കൊണ്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് അത്രമേൽ ഗൗരവത്തിൽ നമ്മൾ നമ്മുടെ ശാരീരികമായ ആരോഗ്യത്തെ കൊണ്ടു നടക്കണം എന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ കൽപ്പനയാണ്. ഇനി നമ്മൾ ശാരീരികമായി നമ്മൾ ഇത്രയധികം കൊണ്ടു നടക്കുന്ന ഈ ശരീരം കളിച്ചു, ഇത്രയും മനോഹരമായി സുന്ദരമായി നമ്മൾ ജനിക്കുന്നത് പോലെ ഇന്ന് വരെ നമ്മൾ കൊണ്ടു നടന്ന നമ്മുടെ ഈ ശരീരം, ഒരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചിന്ത പോകേണ്ടത്, ഈ ശരീരം ഇത് നാളെ അല്ലെങ്കിൽ എപ്പോഴാണോ അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത്, അവന്റെ മലക്കുൽ മൗത്ത് എന്നിലേക്ക് വരുന്നത്, അപ്പോൾ ഇത് മണ്ണിന്റെ ഭാഗമാവാനുള്ളതാണ്. മണ്ണിലേക്ക് ഇറക്കി വെക്കേണ്ടതാണ് ഈ ശരീരം. എത്ര തന്നെ മിനുക്കി തേച്ച് ഏറ്റവും വെളുപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ശരീരമാണെങ്കിലും ഇത് നാളെ മണ്ണിന്റെ ഭാഗമായി അലിഞ്ഞില്ലാതാവേണ്ടതാണ്. അതിനുശേഷം ഒരു ലോകം വരാനുണ്ട്. ആ ലോകമാണ് യഥാർത്ഥ ലോകം എന്ന് ചിന്തിച്ചുകൊണ്ട് അതിലേക്ക് കൂടി ഈ ശരീരത്തിന് വേണ്ട എല്ലാ സംരക്ഷണവും നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പരലോകത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് നിങ്ങൾ കാത്തു സംരക്ഷിക്കണം. എങ്ങനെയുള്ള നരകം? വഖൂദുഹന്നാസു വൽ ഹിജാറ. ആ നരകത്തിന്റെ ഇന്ധനം എന്നത്, അവിടെയുള്ള വിറക് എന്നത് അത് മനുഷ്യനും കല്ലുകളുമാണ്. നമ്മളടങ്ങുന്ന ഈ ശരീരമുണ്ടല്ലോ, ഈ മനുഷ്യനെ കത്തിക്കുന്നത് എങ്ങനെയാണോ, അല്ലെങ്കിൽ കല്ലുകളെ കത്തിക്കുന്നത് എങ്ങനെയാണോ, ആ നരകത്തെ തൊട്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കാത്ത് സംരക്ഷിക്കണം എന്ന് അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. അത്രമേൽ ഗൗരവത്തിൽ നമ്മൾ പരലോക ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്താനുള്ള ശ്രദ്ധയും കാണിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നന്ദിയുള്ള അടിമകളായി നമ്മൾ മാറണം. 10, 20, 30, 40, 50, 60 ഒക്കെ വർഷം നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു കഴിഞ്ഞു. അള്ളാഹു നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങളും ആസ്വദിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞു. എന്നാൽ പരലോകത്തിന് വേണ്ടി, നമ്മുടെ സ്വർഗത്തിന് വേണ്ടി എന്തെല്ലാം അമലുകൾ നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട് എന്ന ചോദ്യം നിരന്തരം നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. സ്വഹാബിമാരൊക്കെ ഇത് ഏറ്റെടുത്ത വ്യക്തികളായിരുന്നു. അവരുടെ ആരോഗ്യത്തെ, അവർക്ക് അള്ളാഹു സംവിധാനിച്ച ആരോഗ്യമുള്ള ശരീരത്തെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഉപയോഗിച്ച വ്യക്തികളായിരുന്നു അവർ. അവർക്ക് ഇസ്ലാം പലപ്പോഴും സ്വഹാബിമാർ എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകളുടെയൊക്കെ മനസ്സിലൊരു പിക്ചർ ഉണ്ട്. അത് ഈ ചുക്കിച്ചുളഞ്ഞ് വളരെ പ്രായാധിക്യമുള്ള ഏതെങ്കിലും പള്ളിയുടെ മൂലയ്ക്ക് ഒതുങ്ങി കൂടുന്ന ചില ആളുകൾ എന്ന ചിന്ത പലപ്പോഴും മനസ്സിലുണ്ടാവാറുണ്ട്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് സ്വഹാബിമാരുടെ പ്രായം നമ്മളൊന്ന് അറിയണം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് 37 വയസ്സായിരുന്നു ഒന്നുണ്ടായിരുന്നത്. ഉമർ 30 വയസ്സ്, ഉസ്മാൻ 34, അലി 10, ത്വൽഹ 14 വയസ്സ്, സുബൈർ ബിൻ അവ്വാം 16 വയസ്സ്, സഅദ് ബിൻ അബീ വഖാസ് 17 വയസ്സ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. അവർക്കെല്ലാം ഈ ഒരു 10ഉം 16ഉം 17ഉം ഒക്കെ വയസ്സിൽ ഇസ്ലാം സ്വീകരിക്കണമെങ്കിൽ, അത് സ്വീകരിച്ചതിന് ശേഷം തന്റെ ശരീരവും തനിക്ക് അള്ളാഹു നൽകിയ ഓരോ നിഅമത്തും ഈ ദീനിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ സാധിക്കണമെങ്കിൽ അവർക്ക് നൽകിയ പ്രേരണ എന്തായിരുന്നു? അവർക്കുണ്ടായിരുന്ന ഊർജം എന്തായിരുന്നു? ഈ നിഅമത്തുകളെല്ലാം അള്ളാഹു നാളെ ചോദ്യം ചെയ്യപ്പെടും എന്ന ഉത്തമ ബോധ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ രാപ്പകലില്ലാതെ ഈ ദീനിനു വേണ്ടി ഓടി നടന്നു. തങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചത് ഒരു വർഷമാണെങ്കിൽ, ഒരു മാസമാണെങ്കിൽ, ഒരു ദിവസമാണെങ്കിൽ, ഒരു മണിക്കൂറാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു നിമിഷമാണെങ്കിൽ പോലും ദീനിന്റെ മാർഗത്തിലായിരിക്കും ഞാൻ ഉണ്ടാവുക എന്ന ശപഥമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതിന് എത്ര ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പിന്നെ ഒരുപാടധികം ഹദീസുകൾ, ഏറ്റവും അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ്. 5374 ഹദീസുകളാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത്. വെറും 4 വർഷമാണ് അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. വെറും 4 വർഷം. ആ 4 വർഷത്തിന് ശേഷം റസൂലിന്റെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, അബൂ ഹുറൈറയ്ക്ക് ഭ്രാന്താണെന്ന് പലരും പറയുന്നുണ്ടായിരുന്നു. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയുടെ മിമ്പറിന്റെ അവിടെ നിന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ആയിഷ റളിയല്ലാഹു അൻഹ വീട് വരെയുള്ള ആ സമയത്തിനിടയിൽ പലപ്പോഴും അബൂ ഹുറൈറ തലകറങ്ങി വീഴാറുണ്ടായിരുന്നു. ഒരു ഭ്രാന്തനെ പോലെ തലകറങ്ങി വീഴാറുണ്ടായിരുന്നു അവിടെ. അപ്പൊ പലരും ചോദിക്കും, അബൂ ഹുറൈറ താങ്കൾക്ക് ഭ്രാന്താണോ എന്ന് ചോദിക്കുന്ന സമയത്ത്, അല്ല, എനിക്ക് ഭ്രാന്തല്ല, ഞാൻ പലപ്പോഴും വിശപ്പ് കാരണം
ഒന്നും ഭക്ഷിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് വിശപ്പും പട്ടിണിയും മൂലം തലകറങ്ങി വീഴുന്നതാണ് എന്ന് പലപ്പോഴും അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അത്രമേൽ ത്യാഗം അനുഭവിച്ചുകൊണ്ട് അവരുടെയൊക്കെ ചെറിയ പ്രായത്തിൽ അവർ ചെയ്ത സേവനങ്ങൾ. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഹദീസുകൾക്ക് വേണ്ടി ജീവത്യാഗം വലിച്ചൊരു വ്യക്തിയായിരുന്നു ഇമാം ബുഖാരി. അദ്ദേഹം തന്റെ 10ാമത്തെ വയസ്സിൽ നാട് വിട്ടു പോവുകയാണ് മദീനയിലേക്ക് ഹദീസുകൾ ക്രോഡീകരിക്കുവാൻ വേണ്ടി. അങ്ങനെ അദ്ദേഹം 16ാമത്തെ വയസ്സാവുന്ന സമയത്ത് അദ്ദേഹം ഇരിക്കുന്ന ഒരു സദസ്സിൽ അദ്ദേഹത്തിന്റെ ഉസ്താദ് അവരോട് ചോദിക്കുകയാണ്, ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഈ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിമാരെയും താബികളെയും ഒക്കെ അവരുടെ ജീവചരിത്രം ക്രോഡീകരിക്കാൻ ആർക്കാണ് സാധിക്കുക എന്ന് ചോദിച്ചപ്പോൾ വെറും 16കാരനായ ഒരു ബാലൻ ഇമാം ബുഖാരി അദ്ദേഹം കൈമുക്കുകയാണ്, ഞാൻ റെഡിയാണ്, ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ താരീഖുൽ കബീർ എന്ന ഒരു വലിയൊരു ഗ്രന്ഥം തന്നെ, അത്രയും ആളുകളുടെ ജീവചരിത്രം ക്രോഡീകരിക്കുന്ന ഒരു ഗ്രന്ഥം തന്റെ 16ാമത്തെ വയസ്സിൽ അദ്ദേഹം അത് സ്വരൂപിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു ഊർജ്ജം യഥാർത്ഥത്തിൽ നമുക്കും ഉണ്ടാവേണ്ടതുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ തന്റെ ആരോഗ്യമുള്ള സമയത്ത് തന്നെ ഈ ആരോഗ്യത്തെ അത് ദീനിന്റെ മാർഗത്തിൽ ഉപയോഗിക്കണം എന്നുള്ള ബോധ്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. നമുക്കും ആ ചിന്തയുണ്ടാവണം. നന്ദികേട് കാണിക്കുന്ന, ഈ അനുഗ്രഹം ഒക്കെ തന്നിട്ട് അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്ന ആളുകളെ നമ്മൾ മാറാൻ പാടില്ല. ഈ ശരീരം സഹോദരനാലോചിക്കൂ, ഇതിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ ഉത്തരവാദിത്തമുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരത്തെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ തന്നെ കൃത്യമായി ഉപയോഗിക്കാൻ ഏറ്റവും ഗൗരവമുള്ള വിഷയം എന്നത് അവരുടെ വസ്ത്രധാരണമാണ്. ശരീരത്തിൽ പുറത്ത് കാണിക്കേണ്ട ഭാഗങ്ങളുണ്ട്, കാണിക്കാൻ പാടില്ലാത്ത ഭാഗമുണ്ട്. നമുക്ക് കൃത്യമായി അറിയാം. മുഖവും മുൻകൈയും ഒഴികെ ബാക്കിയൊന്നും പുറത്ത് കാണിക്കാൻ പാടില്ല എന്ന് സ്ത്രീകൾക്ക് കൃത്യമായ കൽപ്പന നൽകുന്ന മതമാണ് ഇസ്ലാം. അത് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അതിൽ 3 നിബന്ധനകൾ വായിച്ചാൽ മതി. 1, അവരുടെ ഔറത്ത് മറയണം. 2, അത് നേരിയ വസ്ത്രമാവരുത് അവർ ധരിക്കുന്നത്. 3, അത് ഇറുകിയ വസ്ത്രമാവരുത്. ഇതല്ലാത്ത പർദ്ദയാവട്ടെ മറ്റേത് വസ്ത്രവും അവർക്ക് കൃത്യമായി ധരിക്കാമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അങ്ങനെ പൂർണ്ണമായും മറയുന്ന രൂപത്തിൽ അവരുടെ വസ്ത്രം അത് ഒരുക്കി വെക്കണം. അതല്ല അവർ പ്രകടിപ്പിച്ച് നടക്കുകയാണെങ്കിൽ അള്ളാഹു നൽകിയ ഈ ശരീരത്തിന്റെ സൗന്ദര്യം തന്റെ ഭർത്താവല്ലാത്ത മറ്റാർക്കു മുമ്പിലും അത് ഏത് സമയത്താണെങ്കിലും, ഒരുപക്ഷെ പള്ളിയിലേക്ക് വരുമ്പോൾ നല്ല രൂപത്തിൽ പർദ്ദയും നിക്കാബൊക്കെ ധരിച്ചു വരുന്ന പെൺകുട്ടികൾ അവർ നേരെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ അല്ലെങ്കിൽ കോളേജിലേക്ക് പോകുമ്പോൾ മറ്റൊരു വസ്ത്രമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ആ ഇരട്ടത്താപ്പ് കാണിക്കുന്ന ആളുകളാണ് നമ്മളെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു പറയുന്നുണ്ട് അവർക്ക് സ്വർഗത്തിന്റെ വാസന പോലും ലഭിക്കില്ല എന്നുള്ളതാണ്. വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ വലിയ സൂക്ഷ്മത ഓരോ സ്ത്രീകളും പാലിക്കേണ്ടതുണ്ട്. ഓരോ ട്രെൻഡുകൾ വരുന്നതിനനുസരിച്ച്, മാറി മാറി വരുന്ന സിനിമകൾക്കനുസരിച്ച് നമ്മുടെ ഡ്രസ്സും മാറുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. പർദ്ദ ധരിച്ചു എന്നതുകൊണ്ട് എല്ലാം ആയി എന്നും ചിന്തിക്കാൻ പാടില്ല. പലപ്പോഴും ഇന്ന് വരുന്ന ഏറ്റവും പുതിയ പർദ്ദകൾ പോലും തന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും കാണുന്ന രൂപത്തിലുള്ള പർദ്ദകളാണ്. പലപ്പോഴും ഏറ്റവും ടൈറ്റായ പർദ്ദകൾ, അല്ലെങ്കിൽ ഏറ്റവും കളറുകൾ നന്നായി ആകർഷണീയമായ കളറുകളുള്ള പർദ്ദകൾ. പർദ്ദ എന്തിനാണോ ആ ഉദ്ദേശ ലക്ഷ്യം പോലും ഇല്ലാത്ത രൂപത്തിലുള്ള അപായം നിറഞ്ഞ അപായങ്ങളാണ് പലപ്പോഴും വരാറുള്ളത്. അത്രമേൽ ഗൗരവത്തിൽ വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ സ്ത്രീകൾ സൂക്ഷിക്കേണ്ടതുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തെ തന്നെ ഇല്ലാതാക്കുന്ന ലഹരി വസ്തുക്കൾ, ഈ ശരീരത്തിന്റെ ആരോഗ്യം ഇല്ലാതാക്കുന്ന, അത് പലപ്പോഴും അവർ പോലും അറിയാത്ത, അതിപ്പോ എന്താ ഇടയ്ക്കൊന്ന് വലിക്കല്ലേ, ഇടയ്ക്കൊരു സിഗരറ്റ് വലിച്ചാൽ, ബീഡി വലിച്ചാൽ അത് ഞാൻ കാലങ്ങളായി കാത്തു സൂക്ഷിച്ചൊരു ശീലമാണ്, ഇപ്പൊ നിർത്താനൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്ന മുതിർന്ന ആളുകളെ കാണാൻ സാധിക്കും. ഇതേ ചിന്തയാണ് ചെറിയ കുട്ടികൾക്ക് ഉണ്ടാവുന്നത്. അത് നിസ്സാരല്ലേ, അത് സ്വാഭാവികമല്ലേ, ഇന്നിപ്പോ എല്ലാവരും ചെയ്യുന്നതല്ലേ, ഇടയ്ക്കൊന്നായാലും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ലഹരിയിലേക്ക് പോയി ഈ ശരീരത്തെ വികൃതമാക്കുന്ന ഇതിന്റെ അവയവങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ തിരിച്ചറിയില്ല എങ്കിലും ഭാവിയിൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അവയവങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോലും ഈ ലഹരി ഉപയോഗിക്കുന്നു എന്ന കാരണം കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തോടുള്ള അതിന്റെ അവകാശം നൽകാത്ത, വകവയ്ക്കാത്ത ഒരുപാട് ആളുകൾ കാണാൻ സാധിക്കും. അതിനും ഒരിക്കലും നമ്മൾ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ശരീരത്തിൽ പ്രയാസം ഉണ്ടാക്കുന്ന ചെറിയ കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്, തല്ലുമാലകളാണ്. അതൊരു ട്രെൻഡാണെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുക, ആ തല്ലിൽ ഒരു കുട്ടിക്ക് പരിക്കുണ്ടായാൽ അതിൽ ആഹ്ലാദിക്കുക, അത് റീലെടുത്ത് പുറത്തുവിടുക എന്നുള്ളതൊക്കെ ഇന്നൊരു ട്രെൻഡാണ്. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ശരീരത്തോടുള്ള ബാധ്യതയിൽ വലിയ രൂപത്തിലുള്ള പിഴവുകൾ നമുക്ക് സംഭവിച്ചു പോകുന്നു എന്നതാണ്. അതുപോലെ തന്നെ ഇന്ന് ശരീരത്തിൽ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ശരീരത്തോട് ഒരു വ്യക്തി ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധം, ഏറ്റവും വലിയ ക്രൂരമായ ഒരു വിഷയം എന്നുള്ളത് ആ ശരീരത്തെ തന്നെ ഇല്ലാതാക്കുക എന്നതാണ്. ഇന്ന് അതും വർദ്ധിച്ചു വരികയാണ്. ആത്മഹത്യ എന്നത് ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. പല കാരണങ്ങൾ ഉണ്ടായേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഇത്രമേൽ അനുഗ്രഹങ്ങൾ, തല മുതൽ കാല് വരെയുള്ള ഓരോ അവയവങ്ങളും സെല്ലുകളും നോക്കുകയാണ് നൽകുന്ന ഓരോ അനുഗ്രഹങ്ങൾ, അത് പലപ്പോഴും വിസ്മരിച്ചുകൊണ്ട് ആ അനുഗ്രഹങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു നിന്നോനത ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു ഏറ്റക്കുറച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചിന്തിച്ചുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു,
എല്ലാം പോയി, എനിക്ക് ഇനി ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളെ പോലും കാണാൻ സാധിക്കും. ഇതൊന്നുമല്ലാതെ പല നിരാശ ബാധിക്കുന്ന, വിഷാദ രോഗത്തിന് അനുഭവപ്പെടുന്ന, അല്ലെങ്കിൽ തനിക്ക് മാനസികമായ പ്രയാസം ഉണ്ടാവുന്ന സ്ത്രീധനത്തിന്റെ വിഷയത്തിൽ ഒരു ആത്മഹത്യ നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ ദാരിദ്ര്യം മൂലം, പ്രണയ നൈരാശ്യം മൂലം, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് സ്വന്തം ശരീരത്തെ തന്നെ സ്വന്തത്തെ ഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥ ഇന്ന് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ വില പലപ്പോഴും അവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ഈ ശരീരം ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോണെങ്കിൽ അതിനൊരു ആരോഗ്യം വേണ്ടേ? ആ ആരോഗ്യം ആരാണ് തന്നത് എന്ന് പോലും ചിന്തിക്കാത്ത രൂപത്തിൽ ഇസ്ലാം വളരെ ഗൗരവത്തിൽ കണ്ട വിഷയത്തെ അതിനെ നിസ്സാരമായി കാണുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാം വലിയൊരു പാപമായിക്കൊണ്ടാണ് ആത്മഹത്യയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ അതിനെ വധിച്ചു കളയരുത്. ഇന്നല്ലാഹ കാന ബികും റഹീമ, അള്ളാഹു നിങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. എങ്ങനെയാണോ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്നത്, ആ ആത്മഹത്യ ചെയ്യുന്ന അതേ രൂപത്തിൽ നാളെ പരലോകത്ത് വീണ്ടും വീണ്ടും അവൻ വധിക്കപ്പെടും, അവൻ കൊല്ലപ്പെടുമെന്ന് പറയുന്നുണ്ട്. ഇരുമ്പ് കൊണ്ട് കുത്തിയാണ് മരണപ്പെടുന്നതെങ്കിൽ നാളെ പരലോകത്ത് അവന് കയ്യിൽ ഇരുമ്പ് വടി കൊടുക്കപ്പെടും. ആ ഇരുമ്പ് കൊണ്ട് അവൻ വയറ്റിൽ കുത്തിക്കൊണ്ടേയിരിക്കും. ഒരു പർവ്വതത്തിൽ നിന്നും ചാടിയാണ് അദ്ദേഹം മരിക്കുന്നതെങ്കിൽ നാളെ പരലോകത്ത് പർവ്വതത്തിൽ കൊണ്ടുപോയി വെക്കപ്പെടും. അവിടെ വീണ്ടും ചാടിക്കൊണ്ടേയിരിക്കും. വിഷം കുടിച്ചാണെങ്കിൽ വിഷം കുടിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ മരണപ്പെടുന്നതിന്റെ പ്രയാസം ഇവിടെ മാത്രമല്ല ഉണ്ടാവുക, നാളെ പരലോകത്തും അതിന്റെ പ്രയാസം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയിൽ ആ വ്യക്തി പോകപ്പെടുമെന്നാണ്. യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിലും ചെറിയ പ്രയാസങ്ങളൊക്കെ, ചെറിയ ചില വിഷമങ്ങളൊക്കെ, ചില പ്രയാസങ്ങൾ നമുക്ക് നൽകുമെന്നതും അത് തീർച്ചയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ. എല്ലാ അനുഗ്രഹം അല്ലാഹു നൽകിയിട്ടുണ്ട്. ശേഷം അല്ലാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും. വലനബലുവന്നകും, നിശ്ചയമായും അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, നിങ്ങളെ ഭയം കൊണ്ടും വിശപ്പ് കൊണ്ടും സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ഫലങ്ങളിലുള്ള അഭിവൃദ്ധി കൊണ്ടും ഒക്കെ നിങ്ങളെ പരീക്ഷിക്കും. ചെറിയ കുറവുകളൊക്കെ അതിൽ നൽകും. എന്തിനു വേണ്ടി? ഫബശ്ശിരി സ്വാബിരീൻ, അതിലൊക്കെ ക്ഷമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇത് കേവലം ഈ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടിയല്ലേ, നാളെ പരലോകമല്ല ഞാൻ ലക്ഷ്യം വെക്കേണ്ടത് എന്ന ബോധ്യത്തോടു കൂടി അതിൽ ക്ഷമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. അതാണ് അവർക്ക് ഏറ്റവും ഉത്തമം എന്ന കാര്യം പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. അത്തരത്തിൽ ഗൗരവത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ നമുക്ക് സംവിധാനിച്ച് ഈ ഭൂമിയിൽ ആസ്വദിച്ച് സന്തോഷകരമായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകിയ അള്ളാഹുവിന് പൂർണ്ണമായി നന്ദി കാണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് എന്നതാണ് സൂചിപ്പിച്ചു വന്നത്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അത് ഈ ആരോഗ്യം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഓരോ കാര്യങ്ങളും 5 കാര്യങ്ങൾക്ക് മുമ്പ് നിങ്ങൾ 5 കാര്യങ്ങൾ അത് സൂക്ഷിക്കുക, അതിനെ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ശബാബക ഖബ്ല ഹറമിക്, വാർദ്ധക്യത്തിന് മുമ്പ് നിങ്ങളുടെ യുവത്വം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. വസുഹതിക ഖബ്ല സഖമിക്, നിങ്ങളുടെ രോഗത്തിന് മുമ്പ്, ഒരു അസുഖം വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തുക. വഗിനാക ഖബ്ല ഫഖരിക്, നിങ്ങളുടെ ദാരിദ്ര്യം വരുന്ന അവസ്ഥയ്ക്ക് മുമ്പ് നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. വഫറാഗക ഖബ്ല ശുഗ്ലിക്, നിങ്ങൾ തിരക്കാകുന്നതിന് മുമ്പ്, നിങ്ങൾക്കൊരു ബിസി ഷെഡ്യൂൾ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒഴിവ് സമയത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. വഹയാതക ഖബ്ല മൗതിക്, മരണത്തിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന ഈ കൽപ്പനകൾ കാത്തു സൂക്ഷിക്കേണ്ട ആളുകളാണ് നമ്മൾ. എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? അള്ളാഹുവിനെ എങ്ങനെയാണോ സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഏറ്റവും പരമാവധി സൂക്ഷിക്കുക. ഫത്തഖുല്ലാഹ മസ്തതഅതും, എന്നാൽ കഴിയുന്നത് എങ്ങനെയാണോ അതിന്റെ പരമാവധി, അതിന്റെ ഏറ്റവും മാക്സിമം എന്താണോ അതുപോലെ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്കൊണ്ട് കഴിയാത്തൊരു കാര്യം അള്ളാഹു പറഞ്ഞിട്ടില്ല. മറിച്ചു ഇത്രമേൽ വിലമതിക്കാനാവാത്ത വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ ആ രൂപത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ആരെയും അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അതിന് നന്ദി കാണിക്കാൻ പറഞ്ഞ രൂപവും ഒരിക്കലും നമ്മെ പ്രയാസപ്പെടുത്തിക്കൊണ്ടല്ല. അള്ളാഹു നമ്മോട് നന്ദി കാണിക്കാൻ പറഞ്ഞിട്ടുള്ളത് നമ്മോട് പറഞ്ഞ കാര്യം ഏറ്റവും ഭംഗിയായി വൃത്തിയായി ചെയ്യാനാണ്. നമ്മുടെ ആരോടും ഹിമാലയ സാനുകളിൽ പോയി നിങ്ങൾ വർഷങ്ങളോളം തപസ്സിരിക്കുമെന്നോ വിവാഹം കഴിക്കേണ്ട എന്നോ എന്നും നോക്കു നോക്കണമെന്നോ നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ച് നിങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് പോകണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അത്തരത്തിൽ നമ്മെ പ്രയാസപ്പെടുത്തുന്ന ഒന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. പറഞ്ഞതോ, നിങ്ങൾ നിങ്ങളുടെ 24 മണിക്കൂറിൽ ഒരു 20-25 മിനിറ്റ് നിങ്ങൾ നമസ്കാരത്തിന് മാറ്റിവെക്കണം.
ആ നമസ്കാരം നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ വന്ന് നിൽക്കണം, നിങ്ങൾ സുജൂദ് ചെയ്യണം എന്ന് നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് പോലും പലപ്പോഴും നമുക്ക് സമയമില്ല എങ്കിൽ, അതിനൊരു ചിട്ടയില്ല എങ്കിൽ, അതിനൊരു ക്രമമില്ല എങ്കിൽ ആ ക്രമം ഉണ്ടാക്കുക എന്നതാണ് നമ്മുടെ എവരുടെയും വലിയ കർത്തവ്യം എന്നത്. ചിലരൊക്കെ പറയാറുണ്ട്, നിൽക്കാൻ കഴിയില്ല റബ്ബേ, പ്രായമായി അല്ലെങ്കിൽ മുട്ടുവേദന തുടങ്ങി കഴിഞ്ഞു, നിൽക്കാൻ കഴിയുന്നില്ല. നിൽക്കണ്ട, നിങ്ങൾ പ്രയാസപ്പെടേണ്ട, നിങ്ങൾ ഇരുന്ന് നമസ്കരിച്ചോളൂ. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇളവുകൾ ഉണ്ട്. ഇനി ഇരിക്കാനും കഴിയില്ല, ഊരവേദന നല്ല കൂടി വരുന്നുണ്ട്, ഇരിക്കാൻ കഴിയുന്നില്ല, ഇരിക്കേണ്ട നിങ്ങൾ കിടന്നോളൂ. കിടക്കാനും കഴിയുന്നവരെ കിടന്നുകൊണ്ട് അനക്കാൻ കഴിയുന്നില്ല, വേണ്ട നിങ്ങൾ നാവ് കൊണ്ട് ഉച്ചരിച്ചാൽ മതി. നാവ് കൊണ്ട് അനക്കാൻ പോലും കഴിയാത്ത പ്രയാസമുള്ളൊരു രോഗമാണ് എനിക്കുള്ളത് എങ്കിൽ അതും വേണ്ട, മനസ്സുകൊണ്ട് ആലോചിച്ചോളൂ എന്ന് വരെ പറയുന്ന അത്രമേൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള രൂപത്തിൽ അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ ജീവിക്കാൻ പാടൂ എന്ന് കൽപ്പിക്കുന്ന മതത്തിന്റെ വക്താക്കളാണ് നമ്മൾ. ആ ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ എവിടെയാണോ, എങ്ങനെയാണോ, ഏതൊക്കെ രൂപത്തിലാണോ അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടത് അവിടെയെല്ലാം ഏറ്റവും മുമ്പിലുണ്ടാവുന്ന, ഒരുപക്ഷെ നാളെ വാർദ്ധക്യത്തിന് മുമ്പ് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയാത്ത, മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ശരീരം കൊണ്ട് ചെയ്യാൻ കഴിയാത്തൊരു സമയം വരാനുണ്ട്. ഒരു കഥയിൽ പലപ്പോഴും പറയാറുണ്ട്, ഒരു മുത്തശ്ശന് കുട്ടി തമ്മിൽ സംസാരിക്കുകയാണ്. ആ കുട്ടി പറയുന്ന മുത്തശ്ശനോട്, മുത്തശ്ശ എനിക്ക് എന്റെ ഈ കയ്യിലൊരു പാത്രം ഒന്ന് മുറുക്കി പിടിക്കാൻ കഴിയുന്നില്ല, എന്റെ കയ്യിലൊരു പൊട്ടുന്ന പാത്രം പിടിച്ചു കഴിഞ്ഞാൽ അത് താഴെ വീണ് പൊട്ടാറുണ്ട്. അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു, എനിക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നീട് കുട്ടി പറഞ്ഞു, മുത്തശ്ശൻ എന്നെ പലപ്പോഴും എല്ലാവരും എന്നെ ചീത്ത പറയാറുണ്ട്. അപ്പൊ ആ കുട്ടി മുത്തശ്ശൻ പറഞ്ഞു, അതെ എന്നെയും എല്ലാവരും ചീത്ത പറയാറുണ്ട് പ്രായമായതുകൊണ്ട് തന്നെ. ആ കുട്ടി പിന്നീട് പറഞ്ഞു, മുത്തശ്ശൻ എനിക്ക് ഇതൊന്നും അല്ല പ്രശ്നം, എന്റെ ഈ ഒരു ചെറിയ പ്രായമായതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ മലവും മൂത്രവും പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല, ഞാൻ അറിയാതെ പലപ്പോഴും അത് പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ മുത്തശ്ശന് കുട്ടിയോട് പറഞ്ഞു, മോനെ എനിക്കും ആ പ്രശ്നമുണ്ട്, നീ അനുഭവിച്ച അതേ പ്രശ്നം ഈ പ്രായത്തിൽ ഞാനും അനുഭവിക്കുന്നുണ്ട്, എന്റെ മലവും മൂത്രവും എനിക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല എന്ന പ്രയാസം ആ മുത്തശ്ശനും പറഞ്ഞു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആ ഒരു പ്രായത്തിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഈ ആരോഗ്യം തന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹു നിങ്ങളുടെ തൗഫീഖ്, അത്തരത്തിൽ അള്ളാഹു നന്ദി കാണിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഒരു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ഒക്കെ അള്ളാഹു നമ്മെ എവരെയും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ, വലിയ പ്രയാസങ്ങളോട് മരണപ്പെട്ട ആളുകൾ, അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി നമ്മയും അവരെയും നമ്മുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ അസുഖങ്ങളെ തൊട്ട് അള്ളാഹു നമുക്ക് കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. ജീവിതം അത് ഹൈറാവുന്ന കാലത്തോളം റബ്ബ് നമുക്ക് ആയുസ് നീട്ടിത്തരുകയും മരണം എപ്പോഴാണോ ഹൈറാവുന്നത് ആ സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് നെറ്റിത്തരത്തിൽ വിയർപ്പ് തുള്ളിയുള്ള ആളുകളായി മാറുന്ന അവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് ഈ വിഷയമെല്ലാം കൃത്യമായി മനസ്സിലാക്കി ദീനിന്റെ ആസ്വാദനത്തിൽ ഹലാവത്തിൽ മുന്നോട്ട് പോകുവാനും വരുന്ന എല്ലാ വെല്ലുവിളികളെയും കൃത്യമായി നേരിടാനുമുള്ള തൗഫീഖ് അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في كل مكان. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المظلمين والحمد لله رب العالمين.